ഇവിടെ മതേതരത്വം നിലനിൽക്കണം. ഒരു വർഗീയ കലാപമുണ്ടായിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇവിടുത്തെ പിന്നോക്കക്കാർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? 1998 മുതൽ 2002 വരെ നിരന്തരമായിട്ട് ആ കേരളത്തിൽ വന്ന വസ്തു സ്വകാര്യ അദ്ദേഹത്തിന് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ വളരെ ആവേശത്തോടുകൂടെ മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ജാവോ ജാവോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഗോ ഗോ എന്ന് പറയേണ്ടി വരുമെന്ന് അതേ സ്വകാര്യക്ക് മറുപടി നൽകിക്കൊണ്ട് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ അൽഹംദുലില്ലാഹ് ആർജവം കാണിച്ചതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മഹാനായ പണ്ഡിതവര്യർ. അങ്ങനെ പറയാൻ കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് പറഞ്ഞത്? അദ്ദേഹം ഈ രാജ്യത്തിലെ പീഡനം അനുഭവിക്കപ്പെടുന്ന സമുദായത്തിന് എതിരെയാണ് സ്വകാര്യ ശബ്ദിച്ചത് എന്ന് ആ പണ്ഡിത മഹേഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, 2002 വരെ ഗുജറാത്തിൽ ഇദ്ദേഹം പ്രസംഗിച്ചില്ലേ? എന്താണ് പ്രതിഫലമുണ്ടായത്? ഞങ്ങൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഇവിടെ ഒരുമിച്ച് കൂടിയത് യുദ്ധം നടത്താൻ വേണ്ടിയല്ല, പ്രഭാകർ ഭട്ടിന്റെ സമുദായമായ ബഹുമാനപ്പെട്ട ആദരിക്കപ്പെടുന്ന സമുദായമായ എല്ലാ ഗൗരവങ്ങളും സമർപ്പിക്കപ്പെടുന്ന സമുദായമായ ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങളുടെ ഗുരുവര്യന്മാരില്ലേ, നിങ്ങളുടെ ആചാര്യന്മാരില്ലേ, അതേ ഒടിയൂർ സ്വാമീജിയില്ലേ, പേജാവറ സ്വാമീജിയില്ലേ, ഇവരോടൊക്കെ ചോദിക്കൂ, പ്രഭാകർ ഭട്ട് പറയുന്നത് വാസ്തവമാണോ, ശരിയാണോ? നിങ്ങൾ നിങ്ങളുടെ സ്വാമിമാരോട് ചോദിക്ക്, കൊല്ലിയിലെ രമാനന്ദ സ്വാമീജിയോട് ചോദിക്ക്. അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ ചെന്നിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്തിൽപ്പെട്ട ഉദ്യാവരം 1000 ജമാഅത്തിലെ സൗഹാർദ്ദ സമ്മേളനത്തിലേക്ക് കൊല്ലിയിലെ രമാനന്ദ സ്വാമീജിയെ വിളിച്ചുകൊണ്ടുപോയത്, എന്നെ പ്രതിനിധീകരിച്ച് ഞങ്ങളവിടെ എത്തിയത് ഈ രാജ്യത്തിന് മതേതരത്വം നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് പ്രഭാകർ ഭട്ട് പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഒന്നിരിക്കൽ സ്വാമീജിമാര് തയ്യാറാകണം. അല്ലെങ്കിൽ ആണത്വമുള്ള പോലീസുകാര് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ഈ രാജ്യത്തോട് പറയണം. അവർ 153A പ്രകാരം കേസെടുത്ത് കള്ളടുക്കയിലെ പ്രഭാകർ ഭട്ടിനെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് സാധിക്കണം. ഈ രാജ്യത്തിന്റെ നിയമം പഠിച്ചാൽ